السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأتباعه أجمعين، أما بعد. قال الله سبحانه وتعالى في كتابه الحكيم: يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. صدق الله مولانا العلي. وقال النبي صلى الله عليه وسلم: مثل المؤمنين في توادهم وتراحمهم وتعاطفهم كمثل الجسد إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والهمة. صدق رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഐക്യദാർഢ്യ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്ന മുഴുവൻ സമയവും ഇബാദത്തിലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരണം വിശ്വാസികളുടെ പാരസ്പര്യത്തിൻ്റെ ഭാഗമാണ് അവർക്ക് വേണ്ടി ഒത്തുചേരുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സാധാരണയാണെങ്കിൽ പോലും ആ പ്രാർത്ഥന അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ആ കാര്യത്തിൽ പ്രാർത്ഥന സമർപ്പിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യത കൂടിയാണ്. നമുക്കറിയാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരന്മാരാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ വചനം. അവിടെ ഒരു പ്രദേശത്തിൻ്റെ അതിർത്തി തിരിച്ചിട്ടല്ല പറഞ്ഞത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അല്ലെ അമേരിക്കൻ മുസ്ലിമീങ്ങൾ, ഫലസ്തീനികൾ, ഇങ്ങനെ ഒരു അതിർവരമ്പും വെക്കാതെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എല്ലാ മുസ്ലിമീങ്ങളും സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി തീ തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മളവിടെ ഇരിക്കുമ്പോൾ അത് കേവലം ഒരു ഇരുത്തം മാത്രമല്ല, അതൊരു ഇബാദത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു തആല ആ നിലയിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹമിഹിം വതആത്തുഫിഹിം, വിശ്വാസികളാണ് അവരുടെ പരസ്പര സഹകരണത്തിലും സഹായത്തിലും പ്രശ്നങ്ങളിലുമൊക്കെ കമസലുൽ ജസദി, ഒരു ശരീരം പോലെയാണ്. ലോകത്തെവിടെയുള്ള മുസ്ലിമും ഒരു ശരീരം പോലെയാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ കയ്യിന് അല്ലെങ്കിൽ കാലിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിന് മുറിവേറ്റാൽ നമ്മൾ ആ കൈയാണല്ലോ എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചിട്ട് ഉറങ്ങാറില്ല. അല്ലെങ്കിൽ കാലാണല്ലോ വേദനിക്കുന്നത്, സാരമില്ല എന്ന് പറഞ്ഞിട്ട് നീക്കി വെച്ചിട്ട് ഉറങ്ങാറില്ല. മറിച്ച് നമ്മുടെ ഏത് ഭാഗത്ത് വേദന വന്നാലും ശരീരത്തെ അപ്പാടെ അത് ബാധിക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിമീങ്ങളിൽ ആർക്ക് എന്ത് വേദന എപ്പോൾ സംഭവിച്ചാലും അത് യുദ്ധത്തിലൂടെ ആണെങ്കിലും അക്രമത്തിലൂടെ ആണെങ്കിലും മറ്റ് പീഡനങ്ങളിലൂടെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം ശരീരത്തിന്, ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ സ്വന്തം ശരീരത്തിനുണ്ടാകുന്ന വേദനയാണതെന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ശരീരം പോലെയാണ് മുസ്ലിം എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ അവിടെ വേദനിക്കുമ്പോൾ, പടഞ്ഞു വീണ് മരിക്കുമ്പോൾ നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചത് ലോകത്തിന്റെ വിളക്കായ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബാധ്യതയാണത്. അത് ചെയ്തേ പറ്റൂ. ചെയ്യാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാണ്. അക്കാര്യത്തിൽ മുംബൈ നടന്ന അമാംപള്ളി മുസ്ലിം ജമാഅത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈരാറ്റുപേട്ടയ്ക്ക് മുഴുവൻ മാതൃകയായിട്ട് ഒരുപടി മുമ്പേ അമാൻപള്ളി പോയിട്ടുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ഇമാം അടക്കം അമാൻപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രവർത്തകരെയും പ്രിയപ്പെട്ട എൻ്റെ ഈ സഹോദരങ്ങളെയൊക്കെ ആ കാര്യത്തിൽ ഒരു പിശുക്കും കൂടാതെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ മുമ്പേ ചെയ്തു വരേണ്ട കാര്യം ഇവർ മുന്നേ നടന്ന് നമുക്ക് വഴി കാണിക്കുകയാണ്.
ഏതെങ്കിലും, ഞാൻ ബാസിത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് മുമ്പേ നടന്നിരിക്കുന്നു പല കാര്യങ്ങളിലും, ഇതിലും ആ നടത്തം എല്ലാവർക്കും മാതൃകാപരമാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗസ നമ്മുടെ മനസ്സിലെ ചോദ്യചിഹ്നമാണ്, തീരാത്ത വേദനയാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു പ്രവശ്യയാണ്. ഒരു 25 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗസ പ്രദേശം ഇന്ന് സത്യത്തിൽ ആർക്കും കാണാൻ പറ്റാത്തത്ര തീക്ഷ്ണമായ ദുരന്ത ഭൂമിയാണ്. ഗസ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലവും അതിൻ്റെ ഭൂമിശാസ്ത്രമായ പശ്ചാത്തലവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഒരു നീണ്ടു കിടക്കുന്ന ഒരു 23 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം, നീണ്ടു കിടക്കുന്ന, അഥവാ ഒരു ചതുരത്തിലൊന്നുമല്ല, ഒരു റോഡിൽ വീതി കൂടിയതുപോലെ കിടക്കുന്ന പ്രദേശത്ത് തിങ്ങിക്കൂടി താമസിക്കുന്ന ജനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പലസ്തീനിന്റെ ഭാഗമാണ്. അവർ അനുഭവിക്കുന്ന യാതനയും വേദനയും എങ്ങനെയാ വർണ്ണിക്കാൻ പോലും നമുക്ക് അസാധ്യമാണ്. നേരത്തെ ഇമാം ഇവിടെ മാലക്കുണ്ട തുക്കാത്തിലൂടെ ഫീ സബീലില്ല, സമയമില്ല, ഇമാം അത് ഓതിയപ്പോൾ തന്നെ സത്യത്തിൽ ഒന്ന് ഞെട്ടി. ഇവിടുത്തെ ഇമാം നേരത്തെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സാക്ഷിക്കേറ്റ ഒരു നൊമ്പരാണ്. കാരണം പരസ്പര ബാധ്യതയുടെ പേരിൽ മുസ്ലിമീങ്ങൾ മറ്റു കൂട്ടർക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും പോരാടാനും ബാധ്യസ്ഥരാണെന്ന് വിളിച്ചറിയിക്കുന്ന അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ പൊരുളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിൻ്റെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് പരാമർശനങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ലോകത്ത് സത്യത്തിൽ ഇസ്രായേൽ 60 ലക്ഷം ഇസ്രായേലിനെ കൊന്നൊടുക്കിയ ഒരാളുണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഹിറ്റ്ലർ. നാസി ജർമ്മനിയുടെ ഹിറ്റ്ലർ ഒന്നും രണ്ടുമല്ല, ഒന്ന് സങ്കല്പിച്ച് 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി. അദ്ദേഹം അത് കൊന്നൊടുക്കുന്നതിന് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞു. തൻ്റെ ആത്മകഥയിൽ അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ലോകം പിൽക്കാലത്ത് എന്നെ ആക്ഷേപിക്കാൻ, ഞാൻ നരാധമനെന്ന് പറഞ്ഞ് പരിഹസിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാനെന്തിനീ ജൂതന്മാരെ കൊന്നൊടുക്കിയെന്ന് ഒരു കാലത്ത് ലോകം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മുഴുവൻ ജൂതന്മാരെയും കൊന്നില്ല, കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്തിനാണ് ഈ കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചതെന്ന് അറിയുമോ? വേറൊന്നുമല്ല, പിൽക്കാലത്തെ ആളുകൾക്ക് ആരാണ് ജൂതൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇവൻ ഒറ്റുകാരനാണ്, ഇവൻ വഞ്ചകനാണ്, ഇവൻ ക്രൂരനാണ്, മാനുഷിക മുഖമില്ലാത്തവനാണ്, എല്ലാ അർത്ഥത്തിലും മനുഷ്യമാംസം പച്ചയ്ക്ക് തിന്നാൻ മടിയില്ലാത്തവനാണ് ജൂതനെന്ന് ആത്മകഥയിൽ എഴുതി വെച്ചിട്ട് ഹിറ്റ്ലർ പറയാണ്, നിങ്ങളും ഇതൊന്ന് ഈ രുചി, ഈ ടേസ്റ്റ് നിങ്ങളും ഒന്ന് അനുഭവിക്കണ്ടേ? സത്യത്തിൽ എത്ര അർത്ഥപൂർണമായ ചോദ്യമാണ്. ജൂതന്റെ ടേസ്റ്റ് നിങ്ങളും ഒന്ന് അനുഭവിക്കണ്ടെന്ന് അദ്ദേഹം അവസാനം ചോദിക്കുന്നത്. അതെ, 60 ലക്ഷം പേരെ കൊന്നു, ഇനി ബാക്കിയുള്ളവരെ കൊല്ലാൻ പ്രശ്നമില്ലല്ലോ. ഇനി ആ ലോകത്ത് ഒന്നോ അല്ലെങ്കിൽ 1 ലക്ഷം ആളുകളൊക്കെ അവർ ഉണ്ടായിരുന്നുള്ളൂ, തീർത്ത് കളയാമായിരുന്നു. അപ്പൊ തീർത്ത് കളയാതിരുന്നത് നമ്മൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമൊക്കെ വരാനിരിക്കുന്നു എന്ന ഒരു സൂചനയോട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ദുശ്ചൈതികളുടെ തിക്തഫലം എന്താണെന്ന് ലോകം പിൽക്കാലത്ത് അറിയാൻ വേണ്ടിയാണ് ഞാനിവരെ കുറച്ചുപേരെ ബാക്കി വെച്ചെന്ന് അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ആത്മകഥയിൽ പറയുമ്പോൾ സത്യത്തിൽ എത്ര ചിന്തനീയമാണ്. ഒന്ന് നോക്കുക നിങ്ങൾ, അവര് പിൽക്കാലത്ത് ചെയ്തു വന്ന അവരുടെ ചെയ്തികളൊക്കെ പരിശോധിക്കുമ്പോൾ സത്യത്തില് ഏറ്റവും ക്രൂരനും ഏറ്റവും ദുഷ്ടനും മനുഷ്യമാംസത്തിന്റെ വ്യാപാരിയായിരുന്നെങ്കിൽ പോലും ഹിറ്റ്ലർ പറഞ്ഞതിന്റെ അർത്ഥം തള്ളിക്കളയാനാവില്ല. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ജൂതന്മാരാണ് 1948 മുതൽ ഇങ്ങോട്ട്, ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, 48 മുതൽ ഇങ്ങോട്ട് നമ്മുടെ ജൂതരാഷ്ട്രം കെട്ടിപ്പടുത്തത് മുതൽ ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുന്നതൊക്കെയാണ്. ഇന്നും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ലോകത്തിന്റെ തലവേദന എന്ന് പറയാം, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒറ്റ ഉത്തരവാണുള്ളത്, അത് പലസ്തീനാണ്. ലോകത്ത് സമാധാനം കിട്ടാത്ത ഒറ്റ പ്രശ്നം പലസ്തീൻ മാത്രമാണ്. എന്തുകൊണ്ട് പലസ്തീൻ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു, ചർച്ചയാവാതെ വരുന്നു?
ഏതാനും ജൂതന്മാർ, പഴയ ഭാഷയിൽ പറഞ്ഞാൽ അറബികളെല്ലാം കൂടി ചുറ്റും കൂടിയിരുന്ന് ഒന്ന് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ഒരു ജനവിഭാഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് ഇന്ന് ലോകം തലവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇറാൻ മാത്രമാണ് നമ്മുടെ നോട്ടത്തില് ലോകത്തൊരാൺകുട്ടി ഉള്ളത്, അല്ലെങ്കിൽ കങ്ങായ ഒരാൺകുട്ടി എന്ന് പറഞ്ഞാല് ഭൂമിശാസ്ത്രപരമായിട്ട് ഖത്തറിന് തിരിച്ചടിക്കാനൊക്കെ ചില പരിമിതികളും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും അതിന് കഴിയില്ല. എന്തുകൊണ്ടാണ്? ഖത്തറിലാണ് ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കൻ താവളമുള്ളത്. സൗദി അറേബ്യയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അമേരിക്കൻ താവളം, UAE-യിൽ മറ്റൊരു അമേരിക്കൻ താവളം. എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി വന്നാൽ ഒരു അറ്റാക്ക് ചെയ്ത് അവരെ പിടിച്ചെടുക്കാൻ കഴിയുന്നതുമായ ലോകത്തെ വൻ ശക്തിയായി മാറിയിരിക്കാൻ അമേരിക്ക. എല്ലാ രാജ്യങ്ങളും അവിടെ കസ്റ്റഡി വന്നു. ഖത്തർ എന്താ പ്രതികരിക്കുക? എത്ര ഉച്ചകോടി കൂടിയാലും മേശപ്പുറത്ത് വെക്കുന്ന കുടുങ്ങിയ ആടിന്റെ മാംസം വലിച്ചു കയറി തിന്ന് ചിരിച്ചു പിരിഞ്ഞു പോകാനല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ഈ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട്? അവര് സത്യത്തിൽ അമേരിക്ക ഒന്നാമത് ഇയാളുള്ള ഡൊണാൾഡ് ട്രംപ്, അവിടെ പേര് പറയാൻ കൊള്ളൂല, നെതന്യാഹു. ഈ റൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്ന ആളൊന്നുമില്ല. ഈ അടുത്ത് അമേരിക്കയിലെ റെസ്റ്റോറൻറ്റിൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കയറുന്ന റെസ്റ്റോറൻറ്റിന്റെ നിലവാരം നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ചുമ്മാ സാധാരണ റെസ്റ്റോറൻ്റ് ഒന്നും അല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് കയറുന്ന റെസ്റ്റോറൻറ്റ് എന്തായിരിക്കും? ഈ കഴിഞ്ഞ ദിവസം പത്രം വേൾഡ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയാൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ യാത്രക്കിടയിൽ, വലിയ റെസ്റ്റോറൻറ്റ്, വലിയ VIP മാത്രം കയറുന്ന റെസ്റ്റോറൻറ്റ്, അവിടെ കയറിയപ്പോൾ എന്തായിട്ടുള്ള അനുഭവം? അവിടെ ഇരുന്ന ആളുകൾ മൊത്തം എഴുന്നേറ്റു. ഹിറ്റ്ലർ ഗോബായ്, ഹിറ്റ്ലർ ഗോബായ്, വാർഡൻ ഹിറ്റ്ലർ ഗോബായ്, ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഹിറ്റ്ലർ പുറകോട്ട് പോകണം, ഈ ഹോട്ടലിൽ കയറാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവര് ആരെയാ വിളിച്ചത്? സ്വന്തം നാട്ടില്, ആ നാട്ടിലെ പൗരപ്രമുഖർ മാത്രം, വലിയ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന റെസ്റ്റോറൻറ്റിൽ സർവ്വവിധ സെക്യൂരിറ്റിയോടും കൂടി കയറിയ ഡൊണാൾഡ് ട്രംപിനെതിരെ അവിടെ സീറ്റിലിരുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഗോബായ്ക്ക് വിളിച്ച് നാണം കെടുത്തി അയാൾ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്താ അതിന് സാഹചര്യം ഉണ്ടായത്? ഇയാൾക്കൊരു വെളിവില്ല. 4000 കോടി രൂപയുടെ വിമാനമാണ് ഏറ്റവും ഒടുവിൽ ട്രംപിന് ഖത്തർ സമ്മാനിച്ചത്. 1-2 കോടിയൊന്നുമല്ല. പലസ്തീനികൾ ഗതികിട്ട പ്രേതങ്ങളായി ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ദാഹിച്ചവശരായി കാലിട്ടടിച്ച് ജീവിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് 4000 കോടി രൂപയുടെ വിമാനം സമ്മാനിച്ച ആളാണ് ഖത്തർ പ്രധാനമന്ത്രി എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. നന്മകൾക്കിടയിലും വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ വായിക്കാതെ പോയാൽ അത് തെറ്റായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഈ കാര്യത്തിൽ ഫലപ്രദമായ ഒരു നീക്കം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഭൗതികത അവരെ കീഴടക്കി. ഭൗതിക പ്രവർത്തനയുടെ പേരിൽ അവരെല്ലാം മറന്നു. വിശ്വാസിയുടെ ബാധ്യത മറന്നു. ആരാണ് പലസ്തീൻ എന്ന് മറന്നു. ആകെ അത് ഓർത്ത ഒരൊറ്റയാള് ഇറാൻ മാത്രമാണ്. അവർക്കതിന് സൗകര്യം, ഭൂമിശാസ്ത്രപരമായി കൂടി സൗകര്യമുണ്ട്. ഈ നെതന്യാഹുവിന്റെ വ്യാമോഹങ്ങളെ അടിച്ചമർത്തി നിമിഷങ്ങൾക്കകം ഇസ്രായേലിനെ ഒരു കുരുതിക്കളമാക്കി മാറ്റാൻ ഇറാൻ പ്രസിഡന്റ് ഖമനായിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ ആൺകുട്ടി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ആൺകുട്ടി. കാരണം അവർ തിരിച്ചടിച്ചു നോക്കി, വീണ്ടും തിരിച്ചടിച്ചു. ഇനി ഇങ്ങോട്ടൊരു ബോംബ് വന്ന് വീണാൽ ഭൂപടത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് വിളിച്ചു പറയാൻ അലി ഖമനായിക്ക് കഴിഞ്ഞു. ചെയ്യുക എന്നുള്ളതല്ല. ഇനി ഒരു ബോംബ് ഇവിടെ വീണാൽ വീണില്ല. പിന്നെ എന്തുകൊണ്ട് വീണില്ല? അവർക്കും ഭയമുണ്ട്. പിന്നെ ഒരു ബോംബ് ഇറാനിലേക്ക് കൊണ്ടുവന്നിടാൻ അമേരിക്ക തയ്യാറായില്ല. കാരണം പ്രിയപ്പെട്ടവരെ, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാൻ ഇന്ന് ലോകത്തിന്റെ പേടി സ്വപ്നമാണ്. അറബി സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ഇറാന്റെ കൈകളിലേക്ക് വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഛിന്ന ഭിന്നമാകാൻ പോവുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഈ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആള്, ഈ പലരും എഴുതുന്ന അനുസരിച്ചാണെങ്കിൽ സത്യത്തിൽ ഈ 80 70 ഒക്കെ കഴിയുമ്പോൾ വരുന്ന ഓർമ്മ പെസകളുടെയും
അൽഷിമേഴ്സിൻ്റെ ഒക്കെ അടിമയായി തുടങ്ങി എന്നാണ് പറയുന്നത്. വായിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. ഇയാൾക്ക് വെളിവില്ല. അയാൾ ബോംബിടാനും പറയും, ബോംബിട്ടത് അപലപിക്കാനും തയ്യാറാകും. അറബികളോടൊപ്പം നിൽക്കും, ഇസ്രായേലിനോടൊപ്പം സ്ഥിരമായിട്ട് നിൽക്കും. എല്ലാ കാര്യങ്ങളിലും ഇയാളുടെ അഭിപ്രായവും വരും. ഖത്തറിലേക്ക് കടന്നു കയറിയത് ശരിയായില്ലെന്ന് ഇയാൾ പറയും. അതേ ട്രംപ് തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് ഹമാസിനെ ഒന്നും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. ഇതൊക്കെ ഒരേ ഒരാളെ പറയുന്നത്. സത്യത്തിൽ അമേരിക്കൻ സൈനിക ശക്തിയുടെ മുകളിൽ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ പ്രസിഡന്റായിട്ട് വന്നാൽ ലോകത്ത് എന്താ സംഭവിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇനി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇയാളാണല്ലോ അവിടെ ഇരിക്കുന്നത്. കുറച്ച് വിവരമുള്ള കുറെ ആളുകൾ അവിടെ ഇരിക്കുകയും ആ രാജ്യത്തെ ഫലപ്രദമായി നയിക്കുകയും ചെയ്തപ്പോ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പ്രിയപ്പെട്ടവരെ അമേരിക്കൻ ആയുധ ശേഖരവും മണബോംബും ലോകത്തെ നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന അമേരിക്കൻ സൈനിക സന്നാഹങ്ങളെ കളിപ്പാവയായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വേദനാജനകമായ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം സംരക്ഷണം, പലസ്തീൻ, ഗസ ഐക്യദാർഢ്യമാണ്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരുടെ മോചനത്തിന് വേണ്ടി പടപൊരുതുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒത്തുചേർന്ന. ചിലർ ചോദിക്കും, ഗസയിൽ നടക്കുന്ന പരിപാടിക്ക് നിങ്ങൾ എന്തിനാ അമാമ്പള്ളിയുടെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്? ചോദിക്കുന്ന ആളുകളുണ്ട്. ഗസയിലല്ലേ പരിപാടി, അമാമ്പള്ളിയുടെ മുമ്പിൽ എന്തിനായിരിക്കുന്നു? അത് അമാമ്പള്ളിയുടെ മുമ്പിൽ ഇരുന്നാലും, തിരുവനന്തപുരത്തിരുന്നാലും, ഡൽഹിയിൽ ഇരുന്നാലും, എവിടെ ഇരുന്നാലും ഗസ എന്ന് പറയുന്ന മുസ്ലിം വികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ അതൊന്നും പുറകോട്ട് പോവില്ല. അത് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ സമുദായം ഒരിക്കലും പുറകോട്ടല്ല. നിങ്ങൾക്കറിയോ, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പലസ്തീൻ പ്രസിഡന്റ് യാസർ അറഫാത്ത് ഇന്ത്യയിൽ വന്നു. പലസ്തീൻ പ്രസിഡന്റ് യാസർ അറഫാത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമില്ലാത്ത രാഷ്ട്രത്തലവൻ. അതേ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയി ഈ യാസർ അറഫാത്തിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. പ്രതിപക്ഷമല്ലാതെ വിമർശിച്ചു. ഒരു രാജ്യമില്ലാത്ത രാജ്യത്തലവനെ വിളിക്കാൻ എന്തിനാ നിങ്ങൾ അവിടെ പോയത്? എയർപോർട്ടിൽ പോയി സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അതിന് മനോഹരമായി ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞു, രാജ്യമില്ലാത്ത രാജ്യത്തലവനായിട്ടല്ല ഞാൻ യാസർ അറഫാത്തിനെ കാണുന്നത്. സ്വതന്ത്ര മണ്ണിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടതിന് ശേഷം ആ മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടുന്ന ധീരന്മാരായ പലസ്തീനുകൾക്ക് വേണ്ടി തന്ത്രപരമായി ഇടപെടുന്ന ഒരു മുസ്ലിം നേതാവിന്റെ സാന്നിധ്യം അദ്ദേഹം രാഷ്ട്രത്തലവനേക്കാൾ വലിയ പദവി വഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യ എപ്പോഴും പലസ്തീനോടൊപ്പമാണ്. ഇന്ത്യ പലസ്തീനികളോടൊപ്പമാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ അവർക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ ഈ രാജ്യം സന്നദ്ധമാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ഇ അഹമ്മദ് സാഹിബ് പലസ്തീനിൽ പോയപ്പോൾ അദ്ദേഹം യാസർ അറഫാത്തിനോടൊപ്പം നിന്നൊരു നിസ്കാരം നടത്തുന്ന പടം വേൾഡ് ന്യൂസിലെല്ലാം വന്നിരുന്നു, നമ്മുടെ മലയാള പത്രങ്ങൾ ഉൾപ്പെടെ. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ഞാൻ ഒമാനിൽ പോകുമ്പോൾ, ഒമാൻ മസ്കറ്റ്, അദ്ദേഹത്തിൻ്റെ മകൻ അഹമ്മദ് റയീസ്, അവിടെ ഞങ്ങൾക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു. ഞാനൊരു പാവം. അപ്പോൾ അഹമ്മദ് സാഹിബിൻ്റെ മകൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ കൂടിയ ആളുകളോട് ഈ അഹമ്മദ് സാഹിബ് റയീസിൻ്റെ വീട്ടിലാണ്, ഒമാനിലാണ്, മസ്കറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടുമ്പോൾ ഈ യാസർ അറഫാത്തുമായി അദ്ദേഹം ഒരുമിച്ച് കൂടിയ വിഷയം ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞങ്ങളിൽ പലരും ആവശ്യപ്പെട്ടു. എന്താ യാസർ അറഫാത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അഹമ്മദ് സാഹിബ് അവിടെ നടത്തിയൊരു പ്രസംഗം, ഏതാണ്ട് ഒരു 200 പേരാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, സത്യത്തിൽ യാസർ അറഫാത്തിനെ കണ്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ വേറിട്ട് ഒരു അനുഭവമാണ്. ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ അദ്ദേഹത്തിൻ്റെ UN പ്രസംഗമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്.
ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും മറ്റേ കയ്യിൽ ഒലിവ് കമ്പും പിടിച്ചുകൊണ്ട് യാസിർ അറഫാത്ത് UN രക്ഷാസമിതിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വലത് കയ്യിലിരിക്കുന്ന ഖുർആൻ ഞാൻ മതവിധികൾ അനുസരിച്ച് ജീവിക്കാനും ലോകത്തെ ഒന്നായി കാണാനും വിശ്വസാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നാൽ അതിനെതിരെ പടപെടുത്താനും പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒലിവ് കമ്പുണ്ടല്ലോ, അത് സമാധാനത്തിന്റെ പ്രതീകമാണ്. ആര് എവിടെ അസമാധാനം ഉണ്ടാക്കിയാലും സമാധാനം നടപ്പാക്കുന്ന ചിഹ്നമാണ് എൻ്റെ ഇടത് കയ്യിൽ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഒരു കയ്യിൽ ഖുർആൻ, മറ്റേ കയ്യിൽ ഒലിവ് കമ്പ് പിടിച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്ര സമിതിയിൽ യാസിർ അറഫാത്ത് നടത്തിയ പ്രസംഗം ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് പെട്ടെന്ന് കരഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഫലസ്തീനിലെ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ അറഫാത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അറഫാത്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ ഇങ്ങനെ ബലായിട്ട് പിടിച്ചു. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാർ, സലാം വീട്ടിന് പറഞ്ഞതാ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് എത്ര ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ജുമാ നിസ്കരിക്കാൻ ഒരു തടസ്സമില്ലല്ലോ, നിങ്ങളെ ആരും ആക്രമിക്കാൻ വരുന്നില്ലല്ലോ, നിങ്ങളെ പീഡിപ്പിക്കാൻ ആരും വരുന്നില്ലല്ലോ. എൻ്റെ ഈ ആളുകളുണ്ടല്ലോ, കേട്ട് കരാറിന് ശേഷമാണ് ഈ സംഭവം. അദ്ദേഹം പറയാൻ, എൻ്റെ ഈ ആളുകൾ രാജ്യമില്ലാത്ത ആളുകളാണ്, പള്ളികൾ സ്ഥിരമായിട്ടില്ലാത്ത ആളുകളാണ്, നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും മരിച്ചു വീഴാമെന്ന് ചിന്തിച്ചു മാത്രം അള്ളാഹുവിൽ സമർപ്പിതരായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. ഇത് പറഞ്ഞ അഹമ്മദ് സാഹിബ് ഞാൻ ഓർക്കും. ഞാനിത് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികൾ എക്കാലവും പോരാട്ട ഭൂമിയിലാണ്. ഏതാണ്ട് 137 വർഷങ്ങളായി ഫലസ്തീൻ പോരാടുകയാണ്. പക്ഷേ അൽഹംദുലില്ലാ, സുമ്മാ അൽഹംദുലില്ലാ, എന്തെല്ലാം പറഞ്ഞാലും ശരി പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഉദ്ദേശം ഫലസ്തീനെ ഇല്ലാതാക്കലാണ്, ഗസ ഇല്ലാതാക്കലാണ്. അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഇവരുദ്ദേശിക്കുന്നത്. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹു തആല അവന്റെ പ്രഭ, അവന്റെ പ്രകാശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കാഫിറിന് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, അല്ലാഹു തആല അവന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇന്നും നിങ്ങൾ നോക്കിപ്പോ എത്ര ഇന്നത്തെ മാതൃഭൂമി സപ്ലിമെന്റില് അവിടെ ചികിത്സയ്ക്ക് പോയ ഡോക്ടർ സന്തോഷ് കുമാർ ഇവിടെ ഗസയിൽ അദ്ദേഹം തന്റെ ഡ്യൂട്ടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി സപ്ലിമെന്റ്, ഞാനിപ്പോ അതെ മാതൃഭൂമി തന്നെ, ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കും. അപ്പൊ ഇന്നത്തെ മാതൃഭൂമി സപ്ലിമെന്റിൽ ആരുടെയും കയ്യിലുണ്ടേ നോക്കി, അതിൽ ഡോക്ടർ സന്തോഷ് കുമാർ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ഗസയിലെ വേദനയും അനുഭവവും. സത്യത വായിച്ചപ്പോ കണ്ണു നിറഞ്ഞു. എന്നുപറഞ്ഞാൽ അവരനുഭവിക്കുന്ന വിഷമം പച്ചക്ക് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുകയാണ്. വെറുതെ ഒന്നുമല്ല, താൻ കണ്ട ഒരു മുസ്ലിമല്ല, അദ്ദേഹത്തോട് മറ്റൊരു ബാധ്യത ഉണ്ടായിട്ട് എഴുതിയതുമല്ല. ഞാൻ കണ്ടതിന്റെ ഗസ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ പച്ചക്ക് അദ്ദേഹം മലയാള അക്ഷരങ്ങളിലൂടെ മാതൃഭൂമി പത്രത്തിൽ എഴുതി കാണിക്കുകയാണ്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു മഹമ്മൂദ് ഉണ്ട്. മഹമ്മൂദിനെ കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു അറബി പത്രവും എഴുതിയിരുന്നു. ഒരു മഹമ്മൂദിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, 12 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല മഹമ്മൂദ്, വെറും വെള്ളം കുടിച്ച് ജീവിക്കുകയാണ്. എൻ്റെ അടുക്കൽ പല പ്രാവശ്യം ചികിത്സയ്ക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ സ്കാൻ ചെയ്തു വരെ നോക്കി, എന്താ രോഗമെന്ന്. അദ്ദേഹത്തിന് പരിശീലനാണ്, പക്ഷേ മഹമ്മൂദ് തളരുന്നില്ല, അദ്ദേഹത്തിന്റെ ആ ശക്തി ക്ഷയിക്കുന്നില്ല. എന്താണെന്ന് ഞാൻ നോക്കി. മഹമ്മൂദിന് അസുഖമൊന്നുമില്ല, പട്ടിണി തന്നെയാണ് പ്രശ്നം. പക്ഷേ മഹമ്മൂദ് കാണിക്കുന്ന ഒരു വലിയ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിലാണ് ഞാൻ അത്ഭുതം കൂടിയത് എന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വിദേശ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹമ്മൂദിനെ പരിചയപ്പെടുത്തി. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മഹമ്മൂദിനെ പല നിലയിലും പരിശോധിച്ചു, പക്ഷേ മഹമ്മൂദിന്റെ പ്രത്യേക ഗോളം തന്നെ കൊടുത്തിട്ടുണ്ട്, മഹമ്മൂദ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, പലസ്തീനുകളെയും ഗസക്കാരെയും നശിപ്പിക്കാൻ വേണ്ടി നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യമൃഗം, അതിനേക്കാൾ താഴ്ന്ന വാക്കെനിക്കോട് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി മനുഷ്യമൃഗം, ബങ്കറുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയുമായി രാഷ്ട്രതലവനായി നടക്കുന്ന ഈ നെതന്യാഹു ഇറാൻ ബോംബിട്ടപ്പോൾ അദ്ദേഹം നാട്
അദ്ദേഹത്തിന്റെ ആളുകൾക്ക് താമസിക്കാൻ ബോംബിട്ടപ്പോ ബങ്കറുകൾ ഒരുക്കി കൊടുത്തു. അഥവാ എന്ന് പറഞ്ഞാൽ പരമാവധി ബങ്കറുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ രാഷ്ട്രത്തലവനാണ് നെതന്യാഹു. എന്നാൽ പോലും മനുഷ്യരക്തത്തോടുള്ള അവന്റെ ആർത്തി അവസാനിക്കുന്നില്ല. കൊച്ചു മക്കളുടെ മയ്യത്തുകൾ നമ്മൾ കാണുമ്പോൾ ആരാ പ്രിയപ്പെട്ടവരെ കരയാതിരിക്കുക? ദുനിയാവിൽ ഞങ്ങൾക്ക് ലഭിച്ച 2 ആൺകുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടിയുടെ മയ്യത്ത് മാറോട് ചേർത്ത് ചെറുതാ, പെൺകുട്ടിയുടെ മയ്യത്ത് ഈ കൈ കൊണ്ട് അണച്ചുകൂട്ടി പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ്, ഫലസ്തീനി പെണ്ണ്. വല്ലാഹി സുമ്മ വല്ലാഹി, ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെൻ്റെ പ്രിയപ്പെട്ട ചെറിയ കുട്ടി, അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇതെൻ്റെ പ്രിയപ്പെട്ട മൂത്ത മോള്, അവൾക്ക് ഒരു 6 വയസ്സിൽ കൂടുതലില്ല, അവളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്ന എന്തിനാണെന്നറിയുമോ? എനിക്ക് ഈ 2 മക്കളും ജീവന്റെ ജീവനായിരുന്നു. അല്ലാഹു തആല ദുനിയാവിൽ എനിക്ക് 2 മക്കളെ തന്നിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിനെ ഈ ദുഷ്ടന്മാർ കർഷകന്മാർ നേരത്തെ കൊന്നുകളഞ്ഞു. ഈ 2 മക്കളാണ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കണ്ടത്. പക്ഷെ ഈ 2 മക്കളെയും അവർ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. പക്ഷേ ഞാൻ നിരാശപ്പെടുന്നില്ല, ഞാൻ സങ്കടപ്പെടുന്നില്ല. ഈ കുഞ്ഞുങ്ങളോടുള്ള കരുണയുടെ കണ്ണീരാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. എൻ്റെ മനസ്സാക്ഷി ഇപ്പോഴും പറയുന്നത്, എൻ്റെ 2 മക്കൾ ഷഹീദായാൽ, ഭർത്താവ് ഷഹീദായാൽ ഞാനും ഷഹീദാകാൻ തയ്യാറാണ്. എന്തു വന്നാലും ഇസ്രായേലിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു വിളിച്ചു പറയുന്ന ആ സഹോദരിയെ പോലുള്ള 10,000-കണക്കിന് സഹോദരിമാർ. എന്ത് പിറാൻ കൊന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളെ ദുഷ്ടനായ നെതന്യാഹു കൊന്നിട്ടുണ്ട്. ഇവിടെ അത്രയേറെ കുട്ടികളെ കൊന്നൊടുക്കിയവനാണ്. സ്കൂളുകൾക്ക് ബോംബ് വെച്ചവനാണ്, ആശുപത്രിക്ക് ബോംബ് വെച്ചവനാണ്. എല്ലാ അർത്ഥത്തിലും നരനായാട്ടം നടത്തിയ, കൂട്ടക്കശാപ്പ് നടത്തിയ ദുഷ്ടനാണ്. അവനെതിരെ ശബ്ദിക്കാൻ ഒരു ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയും നമ്മൾ കാണുന്നില്ല. ചുമ്മാ പൊയ്വെടികൾ വെക്കുന്നതല്ലാതെ ഫലപ്രദമായി അവന് വേണ്ടി അവനെതിരെ ശബ്ദിക്കാനും ഇടപെടാനും ലോകത്തൊരു ശക്തിയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ പോകും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത ഇത് പബ്ലിക്കിനെ അറിയിക്കുക. തീർച്ചയായിട്ടും അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് അഡോൾഫ് ഹിറ്റ്ലർ. നിങ്ങൾക്കറിയുമോ ഹിറ്റ്ലറിനെ? അയാൾ കുരിശണിഞ്ഞ ക്രിസ്ത്യാനിയാണ്. അതും കൂടെ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെക്കണം. അയാളുടെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോഴും കിട്ടുമല്ലോ, ഇതില് ഗൂഗിൾ അടിച്ചാൽ കിട്ടും. അഡോൾഫ് ഹിറ്റ്ലർ ആരായിരുന്നു? അയാൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന പച്ച ക്രിസ്ത്യാനിയാണ്. ഇത്രയും ജൂതന്മാരെ കൊന്ന അയാളാണ്. മുസ്ലിങ്ങളുടെ മേൽ തീവ്രവാദം കെട്ടിവെക്കുന്ന ചില വേദികളിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹിറ്റ്ലറെ കുറിച്ച്. ഞാൻ ചോദിക്കും, ഹിറ്റ്ലർ നിങ്ങൾക്കറിയുമോ? ജാതി മതമൊന്നും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്ന, കഴുത്തിൽ കുരിശണിഞ്ഞ ക്രിസ്ത്യാനിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. എന്തുകൊണ്ട് ഹിറ്റ്ലറെ അവരുടെ മതം ആ ക്രൂരതയിൽ നിന്ന് തടഞ്ഞില്ല എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിൽ എല്ലാം ഒതുങ്ങി. ഫാസിസ്റ്റുകളെ പറയേണ്ടതില്ലല്ലോ. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന തമ്പുരാക്കന്മാരെല്ലാം ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം പോലും ഇല്ല. അതുകൊണ്ട് ലോകത്തെ ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും സിയോണിസ്റ്റുകളും ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളെ കുറിച്ച് ബോധവാന്മാരാവുകയും തഹജ്ജുദിന് ശേഷവും അല്ലാതെയും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സിസ്റ്റാവിനോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സത്യത്തിൽ എന്നെ വളരെ കരയിപ്പിച്ച ഒരു സംഭവം. വർഷം മുമ്പ് മസ്ജിദുൽ ഹറാമിൽ തറാവീഹിൽ പങ്കെടുത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-ാം നിലയിലാണ്. ഞാൻ ഇരിക്കാൻ ഇച്ചിരി ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി സൗകര്യമായിട്ട് ഇരിക്കാൻ വേണ്ടി 3-ാം നിലയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നത് ഒരു പലസ്തീനിയാണ്. അപ്പോൾ അയാൾ അന്നത്തെ ദിവസം തറാവിയൊക്കെ കഴിഞ്ഞ് സലാം പറഞ്ഞ് കൈ പിടിച്ചു. അപ്പോൾ പലസ്തീൻ ആൾക്കാരെയൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ അറ്റുപോയിട്ടുണ്ട്, ഇവിടെ ഒരു കാലും മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. വളരെ വിഷമിച്ച് അദ്ദേഹത്തെ കൊണ്ട് നിർത്തുകയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതേ അവസ്ഥയിൽ ഞാൻ അഫ്ഗാനികളെയും കണ്ടു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇതൊക്കെ അമേരിക്ക കൊണ്ടുപോയതാണ്. എൻ്റെ കൈ രക്തസാക്ഷിയാണ്, എൻ്റെ കാല് രക്തസാക്ഷിയാണ്. എന്നെ വിളിച്ചത് നിങ്ങൾ അത് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. എനിക്കെൻ്റെ കൈ പോയതിലോ
കാല് പോയതിലോ ഞാൻ മുഴുവനായിട്ടങ്ങ് പോയാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വിശുദ്ധ ഭൂമിയിൽ വരിക, പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടി ഞാനിവിടെ വന്നതാണ്. എന്ത് സംഭവിച്ചാലും ഗസയിലെ ഒരാൺകുട്ടിയും ഇസ്രായേലിന്റെ മുമ്പിൽ മുട്ടുമടക്കില്ല. എത്ര കുഞ്ഞുങ്ങളെ കൊന്നാലും, എത്ര പെണ്ണുങ്ങളെ കൊന്നാലും, എത്ര ആശുപത്രിക്ക് ബോംബിട്ടാലും ഗസയിലേക്ക് ഞങ്ങളുടെ മുഴുവൻ മയ്യത്തുകളും വീഴാതെ ഒരാൾക്കും ചവിട്ടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഓർക്കുന്നു. അതെ, അത് തന്നെയാണ് ഫലസ്തീൻ മുന്നേറ്റത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈമാനിക ധൈര്യം, അവർക്ക് നൽകിയ ഈമാനിക തൻ്റെ ഇടം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമുക്കും ആ വഴിയെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അങ്ങോട്ടൊക്കെ തന്നെയാണ് നമ്മളും ഒക്കെ ചെന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും സ്വർഗത്തിലാണ്, അവരൊക്കെ വിഷമിക്കുകയാണെന്നൊന്നും വിചാരിക്കാനില്ല. ആസാമിലൊക്കെ നടക്കുന്ന കൊടും ക്രൂരതകളുടെ ബാക്കി പത്രങ്ങൾ നമ്മളെ അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഏതായാലും ആവട്ടെ, നമ്മുടെയൊക്കെ മനസ്സാക്ഷിയിൽ ഇതൊക്കെ നിന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഐക്യദാർഢ്യം കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും അവർക്ക് വിജയം നൽകാനും ഇത് കാരണമാക്കട്ടെ. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.